കൂട്ടുകാരെ നമസ്കാരം. ഓണം സ്പെഷ്യൽ രസമാണ് ഇന്നത്തെ വീഡിയോ. ഓണത്തിന്റെ ഒഴിച്ചുകറികളിൽ പ്രധാനപ്പെട്ട ഐറ്റമായ ഈ രസം വളരെ എളുപ്പം എങ്ങനെ തയ്യാറാക്കാമെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യാൻ ഓർപ്പിക്കുകയാണ്. ഷെഫ് ജോജിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. രസം തയ്യാറാക്കുവാനായി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ ചട്ടിയിലേക്ക് 2 തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇട്ടുകൊടുക്കുകയാണ്. ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള വാളംപുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. 5-6 അല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ചേർക്കുന്നു. രസത്തിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയം ചേർക്കുന്നു. ഇനി ഒരു 2 ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കുകയാണ്. സ്റ്റൗ ഓൺ ചെയ്ത് അടച്ചു വെച്ച് ഇത് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് ഓപ്പൺ ചെയ്തു. ഇപ്പോൾ തക്കാളി പകുതി വേവ് ആയിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നു. ചെറിയ ജീരകത്തിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നു. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. വീണ്ടും ഇത് അടച്ചു വെച്ച് ബോയിൽ ചെയ്യാം. 3 മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്തു. ഇപ്പോൾ തക്കാളിയെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരുന്ന മല്ലിയില ഒരു പിടി ഇട്ട് കൊടുക്കുകയാണ്. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി താളിപ്പ് ചേർക്കുവാനായിട്ട് മറ്റൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കണക്കിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 2 വറ്റൽ മുളകും 2 തണ്ട് കറിവേപ്പിലയും ഇട്ട് ഇത് ഈ രസത്തിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഓണസദ്യയുടെ പ്രധാന ഒഴിച്ചുകറികളിൽ ഒന്നായ രസം ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഈ രസം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ ഓർപ്പിക്കുകയാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും ഓർപ്പിക്കുന്നു. ഷെഫ് ജോജി യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും പഴയ ഒരുപാട് വീഡിയോകളുണ്ട്. അതൊക്കെ കാണുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.